വാട്സ്ആപ്പ് ഗൈസ്, സൺഡേ വോയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വരെ അങ്ങനെ മറ്റൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം വിവിൻ ജെയിംസ്. അങ്ങനെ പുതിയൊരു യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുവാണ്, ഒരു കാക്കിയൊക്കെ ഇട്ടിട്ടാ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരാളും കൂടി നമ്മുടെ വീഡിയോയുടെ കൂടെ ഉണ്ട്. ആള് തോണ നിൽക്കുന്നു, നമ്മുടെ ഫ്രിഡ്ജിലാണ്. ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ കൂടെ നമ്മുടെ വ്ളോഗിനകത്ത് ഫുള്ളും ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്, തലേന്ന് വല്ലതും വീഴുമോ? അത് മുകളിൽ അപ്പം മുടി ഞാൻ കരുതാം. നമ്മൾ പോകുന്നത് ഇന്ന് എറണാകുളം മരടിലേക്കാണ്. മരടിലുള്ള ഒരു ഷോറൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് വീഡിയോസിൻ്റെ കൂടെ നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ആ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഏത് വണ്ടിയാണ് ഞാൻ എടുക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് പോണ വഴിക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം, പോരെ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് യാത്ര തുടങ്ങാം. ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ് കേസ്. ബസ്സിന് നേരെ എറണാകുളം വൈറ്റിലേക്ക് പോകണം. അവിടുന്ന് ബസ് പിടിച്ചിട്ട് വേണം മരടിലേക്ക് പോകണം. അപ്പം വച്ചാൽ വരെ ഞങ്ങളിതാ എറണാകുളത്ത് എത്തി. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന റമീസ് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു കിടുക്കൻ ബിരിയാണി, അടിപൊളി ബിരിയാണി കേട്ടോ. പണ്ട് ഇച്ചിരി കൂടുതലാണെങ്കിലും ബിരിയാണി അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി പോകാനുള്ള ഈ ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് പോകാനുള്ളത്. ഹൈവേ മുറിച്ച് കിടക്കണം. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടൽ. നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മഹീന്ദ്ര? യെസ്, അങ്ങോട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അങ്ങനെ ഗൈസ്, ഞങ്ങളിതാ മഹീന്ദ്രയുടെ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ കയറി ഒന്ന് കാണട്ടെ എല്ലാവരും. ഞാൻ ആദ്യമായിട്ടാണ് ഷോറൂമിൽ വരുന്നത്. അങ്ങനെ ഷോറൂമിലേക്ക് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്നിട്ടോ. കാരണം ഉച്ച കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഊണിൻ്റെ സമയം കഴിഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചു. പിന്നെ അവിടെ കുറച്ച് പോസ്റ്റേഡ് കിട്ടിയപ്പോഴത്തേക്കും ചുമ്മാ അവിടെ കൈ കിട്ടിയ ഒരു ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരുന്നു. ചുമ്മാ ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്നതാണോ, എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണ്ടേ, വെറുതെ ഇരുന്നും അടുത്ത് ഒന്നാമത് വെയിലും കൊണ്ട് വന്നതാണ്. അത് കഴിഞ്ഞ് ഞാനവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നതുകൊണ്ടായിരുന്നു, കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് അവിടുത്തെ ഒരു ബ്രോ വന്നിട്ട് നമുക്ക് പേപ്പറിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു. ബ്രോ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഈ വണ്ടിക്ക് ലൈഫ് ലോങ് ടാക്സ് ഇല്ല. ടാക്സ് ഇല്ലാണ്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് കിടക്കാം. പിന്നെ അതുപോലെ ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓൺ റോഡ് 3,40,000 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. അത് കുറച്ച് ഫിനാൻസ് ഇട്ടു, ബാക്കി ഡൗൺ പേയ്മെൻറ്റ് അടച്ചു. പിന്നെ സുഖമാണ്, ചിലവൊന്നുമില്ലാതുകൊണ്ട്. അവർ പറയുന്ന മെയിൻ ഒരു കാര്യമാണ് ഡീസൽ വണ്ടിയുടെ അത്രയും ചിലവ് വരുന്നില്ല. അത് തന്നെ ഭാഗ്യമാണ്. പിന്നെ ടാക്സും ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഓടിക്കാനും സുഖം. അങ്ങനെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി എന്തായാലും നമുക്ക് വണ്ടി കിട്ടിക്കഴിയുമ്പോൾ നോക്കാം എങ്ങനെയാവുമെന്ന്. ഇവരൊക്കെ പറയുന്നത് നമുക്ക് റൈഡിങ് എക്സ്പീരിയൻസ് കിട്ടിയാലല്ലേ എന്തായാലും പറയാൻ പറ്റൂ. അങ്ങനെ ലാസ്റ്റ് ആ നിമിഷം വന്നെത്തി നമ്മുടെ മഹീന്ദ്ര ട്രിയോ പ്ലസിൻ്റെ താക്കോൽ ദാനം. അങ്ങനെ താക്കോൽ ദാനം കഴിഞ്ഞ് നമ്മുടെ വണ്ടി എങ്ങനെയാണ് ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ ബ്രോ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഷോറൂമിലാണ് കേട്ടോ നമ്മൾ വണ്ടി ഇറക്കിയത്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിൽ ഓടിക്കണം. അതാണ് ബ്രോ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ സീറ്റിൻ്റെ പുറകിലിരിക്കുന്നതാണ് ഇതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ. സെപ്പറേറ്റ് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് കൊണ്ടുപോയാൽ മതി. സോ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഒരു ഓട്ടോമാറ്റിക് കാർ ഓടിക്കുന്ന പോലെ തന്നെ ഓടിക്കും. അങ്ങനെ വെച്ചാൽ 22ാമത്തെ വയസ്സിൽ ഒരു ഓട്ടോ ഡ്രൈവറായി മാറിയിരിക്കുകയാണ് ഞാൻ. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഈ പുറകിൽ കാണുന്ന മഹീന്ദ്രയുടെ ട്രിയോ പ്ലസ് എന്ന് പറഞ്ഞ ഇലക്ട്രിക് വണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത് മഹീന്ദ്രയുടെ എറണാകുളത്തെ ഷോറൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്നാണ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത്. പക്ഷേ നമ്മൾ വണ്ടി എടുത്തത് നമ്മുടെ എറണാകുളത്തുള്ള ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ ഈ കാണുന്ന വണ്ടിയാണ് KL17Z4223. ഒരു 3 മാറി 4 ആവുന്ന ചെറിയൊരു ഫാൻസി നമ്പർ കിട്ടിയാണ്. പക്ഷേ നമുക്ക് ഒരു നമ്പറിന് ബാക്കിക്കറ വേണ്ട, എന്നാലും കുഴപ്പമില്ല. 4223 ആണ് ഇനി മുതൽ നമ്മുടെ കൂടെയുള്ള വണ്ടിയുടെ നമ്പർ. ഈ വണ്ടിയാണ് നമുക്കിനി ഉള്ളത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ പേര് താറാണോ എടുക്കുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. പക്ഷേ താറൊന്നുമല്ല, അതിനുള്ള വകുപ്പ്. താറൊക്കെ നമ്മൾ എടുക്കും, ഭാവിയിൽ എടുക്കും. പക്ഷേ ഈ 22ാമത്തെ വയസ്സിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഓട്ടോറിക്ഷയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കാക്കയാക്കിയിട്ട് സെറ്റായി. അപ്പോൾ താക്കോൽദാനമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി എടുത്തോണ്ട് പോയാലോ? അങ്ങനെ ഞാൻ എൻ്റെ ട്രിയോ പ്ലസിൽ, മഹീന്ദ്ര ട്രിയോ പ്ലസിൽ ആദ്യ യാത്ര തുടങ്ങി. അടിപൊളിയാണ് കേട്ടോ വണ്ടി ഓടിക്കാനായിട്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ സുഖമാണ് വണ്ടി ഓടിക്കാൻ. പിന്നെ കൊച്ചു വണ്ടി ആയതുകൊണ്ട് ട്രാഫിക്കിൽ കൂടെ കയറി പോരാനും
വളരെ എളുപ്പമാണ്. അതിപ്പോൾ എറണാകുളത്ത് ട്രാഫിക്കിൽ കൂടെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് ഓടിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് കംഫോർട്ടായിട്ട് വെയിൽ കൊള്ളേണ്ട, പൊടി അടിക്കേണ്ട, സുഖമായിട്ട് ഇരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. നമ്മള് സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി കയറ്റിയപ്പോ നമ്മുടെ അശ്മലിനെ കിട്ടി. അശ്മൽ അവൻ നുഴഞ്ഞു കയറാൻ മിടുക്കനാ. ഇവനാണ് അശ്മൽ. അപ്പൊ അതെ ചേട്ടാ, നമുക്ക് ഇവിടെ ഇട്ട് ഇത് ഒട്ടിച്ചോണ്ടിരിക്കുക. ഫ്രെയിം ഒട്ടിച്ചു, ഇനി പേരൊട്ടിക്കണം. ചേട്ടനകത്തിരുന്ന് പണിതുകൊണ്ടിരിക്കുക. നമ്മുടെ 2 വീലർ ഒട്ടിച്ച പൂങ്കാവനത്തിൽ തന്നെയാണ് നമ്മൾ ഇത്തവണ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഗൈസ് വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. വീട്ടിലെത്തിയപ്പോ തന്നെ അപ്പച്ചൻ ലൈറ്റ് അടിച്ച് നോക്കുന്നു. പിള്ളേർ 2 പേരും ഇതിനകത്തോട്ട് കയറി. ഒരു കൈ കാണിച്ചടാ, ലൈറ്റ് കാണാനില്ല. അതുകൊണ്ടാ നമ്മുടെ പേര്. ലൈറ്റ് ഇരുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ചേച്ചി ലൈറ്റ് കാണിച്ചേ, മൊബൈലിൽ ലൈറ്റ് കാണിച്ചേ. വേണ്ട വേണ്ട വേണ്ട, ഇത് മതി. അതുകൊണ്ടാ നമ്മുടെ പേര്. യെസ്, പിള്ളേർ കയറിയിരിക്കുന്നു. നമ്മുടെ ഓട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ മച്ചാന്മാരെ നമ്മള് നമ്മുടെ ഓട്ടോ ഇതാ വീട്ടിൽ വന്ന് കയറ്റിയിരിക്കുകയാണ്. അടപ്പൊന്നുമില്ല, ഇത് അപ്പച്ചന്റെ ഓരോരോ സംശയങ്ങൾ. ഇത് ഈ 2 സൈഡിലും ഡോറുണ്ട്. ഫ്രണ്ടില് അടപ്പൊന്നുമില്ല, ഫ്രണ്ട് ഓപ്പൺ ആണ്. പിന്നെ എറണാകുളത്ത് നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ചുമ്മാ വേറെ ലെവലട്ടോ. ബൈക്ക് യാത്ര ചെയ്യുന്ന പോലെ വെയിലും കൊണ്ട് കറക്കത്തില്ല, കാറിൽ എടുക്കുന്ന പോലെ ട്രാഫിക്കിൽ പെട്ട് പോകത്തുമില്ല. ഇടയക്കൂടെ എന്തുവഴി വേണമെങ്കിലും കയറ്റിക്കൊണ്ട് വരാം. ചെറിയ വണ്ടി ആയതുകൊണ്ട് സുഖമാണ്. എറണാകുളത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഇത്രയും സുഖമായിട്ട് മനസമാധാനത്തോടുകൂടി ഞാൻ എറണാകുളത്ത് നിന്ന് എൻ്റെ വീട്ടിലെത്തുന്നത്. അയ്യോ, ചുമ്മാ വേറെ ലെവല് വണ്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റൈഡിങ് എക്സ്പീരിയൻസ് ചുമ്മാ സീനാണ്. പിന്നെ പേര് കണ്ടല്ലോ, ബിബിൻസ് എന്നാണ് നമ്മുടെ ഓട്ടോയുടെ പേര്. KL17Z42223 അതാണ് നമ്മുടെ വണ്ടിയുടെ നമ്പർ കേട്ടോ. പിന്നെ തിങ്കളാഴ്ച തൊട്ട്, നാളെ പള്ളിയിലൊക്കെ കൊണ്ടുവന്ന് കൂതാശ കഴിഞ്ഞ് തിങ്കളാഴ്ച തൊട്ട് നമ്മൾ ഓർഡർ തുടങ്ങാൻ പോവുകയാണ്. ഇനി അതിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ ഓരോ ചെറിയ ഷോർട്സൊക്കെ ഇട്ട് വെറുപ്പിക്കാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഈ ഓട്ടോക്കാരൻ്റെ വരവാണ്. അപ്പോൾ ഇനി ഈ ഓട്ടോക്കാരൻ നിങ്ങളുടെ ഇടയിലായിട്ട് സൺഡേ വെബ്സ് എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ ഇടയ്ക്കൂടെ ഇനി ഉണ്ടാവും, ഇനി നിങ്ങളുടെ ഇടയായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ചെറിയ നമ്മുടെ ഈ വീഡിയോ, ഈ 22 വയസ്സുകാരൻ പുതിയൊരു ഓട്ടോ എടുത്ത ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടി ഞെക്കുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.